നമസ്കാരം. PSC ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് PSC പരീക്ഷയിൽ ആർക്കൊക്കെയാണ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുക എന്നാണ്. LP UP അല്ലെങ്കിൽ HSനെ മുൻനിർത്തിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൂടി ജനറൽ ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഇത് ബാധകമായിരിക്കും. കുറേ ആളുകൾ ഡൗട്ട് ചോദിച്ചിരുന്നു കമൻ്റായിട്ട്, അതായത് ടീച്ചിങ് എക്സ്പീരിയൻസിന് വെയിറ്റേജ് ഉണ്ടോ, ഹയർ ക്വാളിഫിക്കേഷന് വെയിറ്റേജ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിനൊരു ആൻസറാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വെയിറ്റേജുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്ന 3 കാറ്റഗറിയാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിഭാഗമാണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. രണ്ടാമതായിട്ടുള്ളത് സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് മെറിറ്റ് പേഴ്സൺ അല്ലെങ്കിൽ കായിക വിഭാഗത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളുകൾക്കാണ് എന്ത് വെയിറ്റേജ് സ്കോറായിട്ട് ലഭിക്കാറുള്ളത്. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് എക്സ് സർവീസ്മാൻ ആണ്. എക്സ് സർവീസ്മാൻ അതായത് ഇപ്പം സർവീസിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളുണ്ടാവും. അവർ പരീക്ഷ എഴുതിയാൽ അവർക്ക് ലഭിക്കും. അല്ലാതെ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ ഉള്ളതല്ല പറയുന്നത്, അവർക്ക് നേരിട്ട് ലഭിക്കുന്ന വെയിറ്റേജ് സ്കോറാണ്. ഇത് ഇൻ്റർവ്യൂ മാർക്കല്ല. റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ചില തസ്തികയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. കൂടാതെ അഡീഷണലായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ് എന്ത് ഈ ഒരു വെയിറ്റേജ് മാർക്ക്. അപ്പോൾ നമ്മൾ LP UP അല്ലെങ്കിൽ HSA ഒക്കെ പറയുകയാണെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് സ്കോർ ഉണ്ടാവും, ഇൻ്റർവ്യൂയുടെ സ്കോർ ഉണ്ടാവും, കൂടാതെ അവർക്കൊരു വെയിറ്റേജും ഉണ്ടാവും. വെയിറ്റേജ് ഓരോ തലത്തിലും ഓരോ സ്കോറാണ് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ PSCയുടെ സൈറ്റിൽ നമ്മൾ അവിടെ ഒരു 3 ലൈൻ കണ്ടില്ലേ, 3 ഐക്കൺ. അപ്പോൾ ആ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ മസ്റ്റ് നോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ വെയിറ്റേജ് ആർക്കൊക്കെയാണ് കൊടുക്കുക എന്നുള്ള റിക്രൂട്ട്മെൻറ്റ് റൂൾസിലൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ഈ 3 കാറ്റഗറിക്കാന്ന് പറഞ്ഞു, സ്പോർട്സ്മാൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, എക്സ് സർവീസ്മാൻ. ഇവർക്കാണ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുക. ഓക്കെ, ഇനി പ്രിഫറൻസ് ആർക്കൊക്കെയാണ് ലഭിക്കുക, അല്ലെങ്കിൽ പ്രിഫറൻസ് ഒരേ മാർക്ക് വന്നാൽ, 2 ആളുകൾക്ക് ഒരേ മാർക്ക് വന്നാൽ ആരായിരിക്കും മുകളിൽ പോവുക, ആരാണ് റാങ്ക് ലിസ്റ്റ് താഴെ വരിക. ഇപ്പോൾ 2 പേർക്ക് ടോട്ടൽ മാർക്ക് ഇൻ്റർവ്യൂവും റിട്ടൺ ടെസ്റ്റും കൂടി ചേർത്ത് UP അല്ലെങ്കിൽ LPയുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് 2 പേർക്കും 60 മാർക്കാണ് വന്നത് ടോട്ടൽ. അപ്പോൾ അതിൽ വൈഫ് ഓഫ് ജവാൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി മറ്റാളേക്കാട് മുന്നിൽ പോകും, തൊട്ട മുകളിലേക്ക് പോവുക. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രപതി പുരസ്കാരം ലഭിച്ച കാറ്റഗറി ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും, പ്രിഫറൻസ് കാരണം അവരും മുകളിൽ പോകും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരേ മാർക്ക് ലഭിച്ച 2 വ്യക്തികൾ ഉണ്ടെങ്കിലാണ് ഈ ഒരു സിറ്റുവേഷൻസ്. ഈ 2 വ്യക്തികൾക്ക് ഒരു വെയിറ്റേജ് ഒരു പ്രിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് മുകളിൽ പോവുക. ഏറ്റവും കൂടുതൽ ഏജുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴയ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ മുകളിൽ പോകും. കൂടുതൽ ഏജുള്ള ആൾ മുകളിൽ പോകും. ഓക്കെ, ഇപ്പോൾ 2 പേർക്ക് 60 മാർക്ക് വന്നു. ഒരാൾ 88-ലാണ് ജനിച്ചത്, ഒരാൾ 90-ലാണ് ജനിച്ചതെങ്കിൽ ഈ 88-ൽ ജനിച്ച ആൾ 90-ൽ ജനിച്ച ആളെക്കാളും മുകളിലായിരിക്കും സ്ഥാനം കിട്ടുക. പക്ഷേ അവരുടെ മാർക്ക് എന്തായിരിക്കും, മാർക്ക് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ വെയിറ്റേജ് സ്കോർ ഇല്ല, പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചോദിച്ച പ്രധാനപ്പെട്ടൊരു ഡൗട്ട് എല്ലാവരും ചോദിച്ചത്, ടീച്ചിങ് തസ്തികയാണ് LP UP HSA ഒക്കെ, ടീച്ചിങ് എക്സ്പീരിയൻസിന് വെയിറ്റേജ് ഉണ്ടോ എന്നാണ്. ടീച്ചിങ് എക്സ്പീരിയൻസിന് ഒരു വെയിറ്റേജും ഇല്ല. കാരണം നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷനും ടെറ്റും പാസ്സാവണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തില്ല, അവിടെ ടീച്ചിങ് എക്സ്പീരിയൻസിന് ഒരു വെയിറ്റേജും നിങ്ങൾക്ക് കിട്ടില്ല, ഒരു വെയിറ്റേജ് സ്കോറും കിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഒരു 8 കൊല്ലമായിട്ട് നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്, നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂയുടെ സ്കോറിൽ എന്തെങ്കിലും വ്യത്യാസം വരാം. അത് ഇൻ്റർവ്യൂ ബോർഡാണ് തീരുമാനിക്കുക. അല്ലാതെ PSCയുടെ റൂൾ അനുസരിച്ച് ഈ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LPക്കും UPക്കും എന്തില്ല, അതുപോലെ തന്നെ HSAക്കൊന്നും വെയിറ്റേജ് ഇല്ല. അപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലെയാണ് കണക്കാക്കുക. ഓക്കെ, രണ്ടാമത് NCCക്ക് ഒരു പ്രിഫറൻസ് പ്രത്യേകമല്ല. രാഷ്ട്രപതി ഗൈഡ് അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരമൊക്കെ ലഭിച്ച ആളുകൾക്കാണ് പ്രിഫറൻസ് കിട്ടുന്നത്. ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് വെയിറ്റേജ് സ്കോർ ഉണ്ടോ? ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഒരു വെയിറ്റേജ് സ്കോറും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ UPSC ആവാൻ വേണ്ടി നമുക്ക് DED ഓർ BEd പ്ലസ് കേട്ടറ്റ് മതി അല്ലേ. ഇപ്പോൾ DED ലഭിച്ച ഒരാൾ +2 കഴിഞ്ഞിട്ടായിരിക്കും DEDന് പോയിട്ടുണ്ടാവുക. അപ്പോൾ അയാൾക്ക് കേട്ടറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം കിട്ടും. അയാൾക്ക് PG ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്, ഹയർ ക്വാളിഫിക്കേഷനായ PGയോ PhDയോ MPhilോ MEdനൊന്നും എന്തില്ല, വെയിറ്റേജ് LP UP അല്ലെങ്കിൽ HSA തസ്തികയ്ക്കില്ല. എന്നാൽ
HSST തസ്തിക, അതായത് +2 അധ്യാപക പരീക്ഷയിൽ അല്ലെങ്കിൽ +2 അധ്യാപക നിയമനത്തിൽ എന്താണ് വെയിറ്റേജ് ഉണ്ട്. MPhil കഴിഞ്ഞ ആളുകൾക്ക് 2 മാർക്ക് വെയിറ്റേജ് കിട്ടും. ഓക്കെ. അതുപോലെ PhD കഴിഞ്ഞ ആളുകൾക്കും വെയിറ്റേജ് സ്കോർ ഉണ്ട്, 3 മാർക്കോളം കിട്ടുന്നുണ്ട്. അപ്പം ഈ ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഒരു വെയിറ്റേജ് ഇല്ല, ടീച്ചിങ് എക്സ്പീരിയൻസിന് ഒരു വെയിറ്റേജ് ഇല്ല നമ്മൾ സൂചിപ്പിച്ചു. ഇനി കേട്ടറ്റിന് വെയിറ്റേജ് ഉണ്ടോ? കേട്ടറ്റിന് വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. കേട്ടറ്റ് ഈസ് കമ്പൽസറി ക്വാളിഫിക്കേഷൻ അല്ലെ? കേട്ടറ്റ് ഈസ് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ LP ആൻഡ് UP ഓർ HSA. ഇതിനൊക്കെ കമ്പൽസറി ആയിട്ട് ഇപ്പോൾ എന്ത് മാറിയിട്ടുണ്ട്? കേട്ടറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വെയിറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും എന്ത് വേണം? കേട്ടറ്റ് നിർബന്ധമായിട്ടും വേണം. ഇനി നേറ്റീവ് ഡിസ്ട്രിക്റ്റിന് വെയിറ്റേജ് ഉണ്ടോ എന്നുള്ളതാണ്. നേറ്റീവ് ഡിസ്ട്രിക്റ്റിന് വെയിറ്റേജിൻ്റെ കാര്യമൊക്കെ PSC സൈറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നേറ്റീവ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വെയിറ്റേജ് കൊടുക്കാറില്ല. ആദ്യമൊക്കെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയ്ക്ക് LDCക്കൊക്കെ സ്വന്തം ജില്ലയിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് വെയിറ്റേജ് സ്കോർ ലഭിക്കുമായിരുന്നു. ഇപ്പം എന്തില്ല, ആ ഒരു വെയിറ്റേജ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ മലപ്പുറമുള്ള ആളാണ്, നിങ്ങൾ തിരുവനന്തപുരം പോയി പരീക്ഷ എഴുതിയാലും അല്ലെങ്കിൽ തിരുവനന്തപുരം ഒരാൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതിയാലും എന്ത് തന്നെയാണ്, ഒരേ രീതി തന്നെ പരിഗണന കിട്ടും. നിങ്ങൾ അതാത് ജില്ലയിൽ നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ നേറ്റീവ് ജില്ലയിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതി എന്താ പറയുക റാങ്ക് ലിസ്റ്റിൽ എത്തിയാലും അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെയിറ്റേജ് സ്കോറൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. ഓക്കെ. അപ്പോൾ വെയിറ്റേജ് സ്കോർ ലഭിക്കുന്ന സ്പോർട്സ്മാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ്, ഏതൊക്കെ കോമ്പറ്റീഷനാണെന്നുള്ളത് PSC സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലേ, ബ്ലൈൻഡ്, അതുപോലെ തന്നെ എന്താണ് ഡെഫ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ കൂടാതെ എന്താ പറയുക ഓർത്തോ അല്ലേ, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവരെ കേസിലൊക്കെ ഇവർക്ക് വെയിറ്റേജ് സ്കോർ ലഭിക്കും. പിന്നെ എക്സ് സർവീസ്മാൻ അവർക്കും സ്കോർ ലഭിക്കുന്നുണ്ട്. ഈ 3 പേർക്കേ സ്കോർ ലഭിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ വൈഫ് ഓഫ് ജവാനായിട്ട് കുറേ ആളുകളുണ്ടാവും അല്ലെ, വൈഫ് ഓഫ് ജവാനായിട്ട് പരീക്ഷ ചെയ്ത് കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ സെയിം മാർക്ക് കിട്ടി, ഇവർക്ക് നേരത്തെ പറഞ്ഞ 60 മാർക്ക് കിട്ടിയ ടോട്ടൽ ഇൻ്റർവ്യൂ പ്ലസ് റിട്ടേൺ ആയിട്ട് 60 മാർക്ക് കിട്ടിയ ഒരു 50 പേരുണ്ടെന്ന് കരുതുക. 50 പേരുണ്ട്. ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കുറവുമാണ്, അല്ലെങ്കിൽ ഇവർ 91-ലാണ്, ബാക്കി എല്ലാവരും എന്താണ് 85 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഇവർക്കുള്ളൊരു മെച്ചം പറഞ്ഞുതരാം. ഈ 50 പേര് അല്ലെങ്കിൽ ഈ ഒരു 50 പേരെക്കാളും മുകളിൽ ഇവർക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം സെയിം സ്കോർ ആകുമ്പോൾ വൈഫ് ഓഫ് ജവാൻ എന്ന കാറ്റഗറി ഉള്ള വ്യക്തി റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്തും. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിഫറൻസ് അവർക്ക് കിട്ടാനുള്ളത്. ഓക്കെ. പിന്നെ സ്പോർട്സ്മാൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റാങ്ക് ലിസ്റ്റിലൊക്കെ? ഇപ്പോൾ സ്പോർട്സ്മാൻ്റെത് 14 മാർക്ക് വരെയൊക്കെ വെയിറ്റേജ് കിട്ടിയ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കഴിഞ്ഞ UP ലിസ്റ്റിൽ HSA ലിസ്റ്റിലൊക്കെ നോക്കിയാൽ കാണാം 14 മാർക്ക് വരെ വെയിറ്റേജ് കിട്ടിയ UP ലിസ്റ്റിൽ 14 മാർക്ക് വരെ വെയിറ്റേജ് കിട്ടിയ ആൾ. അപ്പോൾ അയാളെ റിട്ടേൺ ടെസ്റ്റ് സ്കോർ അയാൾക്ക് 50 മാർക്കേ ഉള്ളൂ. ഓക്കെ. 50 + 14 എന്ന് പറയുമ്പോൾ തന്നെ 64ആയി. പിന്നെ ഇൻ്റർവ്യൂയുടെ സ്കോറും കൂടി ലഭിക്കുമ്പോൾ അയാൾക്ക് നല്ല സ്കോർ കിട്ടും, ഒരു 70 സംതിങ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇയാൾ റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നിലായിരിക്കും. റാങ്ക് 10-നുള്ളിലൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രകടനങ്ങൾ നാഷണൽ ലെവലിലൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ സ്റ്റേറ്റിനെയൊക്കെ പ്രതിനിധീകരിച്ചോ അല്ലെങ്കിൽ നാഷണലിനെ പ്രതിനിധീകരിച്ചൊക്കെ നടത്തിയ ആളുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ PSCയുടെ സൈറ്റിൽ അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് അത് വായിച്ച് നോക്കുക. അത് നിങ്ങളെ പ്രൊഫൈലിൽ നിങ്ങൾ കൃത്യമായിട്ട് ആഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വെയിറ്റേജ് ലഭിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ വെയിറ്റേജുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞതല്ലാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയിൽ കമൻറ്റ് ചെയ്താൽ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ സീരീസിൻ്റെ 2 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, പാർട്ട് 2 സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ 2ാമത്തെ ഭാഗമാണ്. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക. ഓക്കെ. ഇനി എത്ര സ്കോർ ലഭിച്ചാലാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ലെ, എനിക്ക് 50 മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 60 ഉണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളൊരു വിശ്വാസമാണ്. എനിക്കൊരു 55 മാർക്ക് അല്ലെങ്കിൽ ഒരു 50 മാർക്ക് ഉണ്ട്, ഞാൻ ജസ്റ്റ് ചെറിയൊരു പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ചെറിയൊരു പ്രിപ്പറേഷൻ എല്ലാവരും തുടങ്ങുക എന്ന് കരുതി നിങ്ങൾ അതിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ 10th പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട്, അതിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. അതിനിടയ്ക്ക് നമ്മൾ ഇടുന്ന ഈ വീഡിയോസ് മാത്രം മതിയാവും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ടെൻഷൻ അടിച്ചും പേടിച്ചൊന്നും കളിക്കാൻ പാടില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. അപ്പോൾ നമുക്ക് കുറേ ടൈമുണ്ട്. നമുക്ക് എന്തായാലും ഇൻ്റർവ്യൂവിന് എന്തായാലും ഒരു 5-6 മാസത്തോളം നമുക്ക് എന്തായാലും കിട്ടും ഏകദേശം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റിൽ ഈ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പറയാറില്ല. ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും മറ്റൊരു ടോപ്പിക് വരെ കാണാം. അപ്പോൾ നാളെ നമുക്ക് ഇൻ്റർവ്യൂ സീരീസുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.